ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് വിക്കേസ്. കുറേ ദിവസത്തിന് ശേഷമാണല്ലോ നമ്മൾ വീണ്ടും കാണുന്നത്. ഞാനുള്ളത് പാലക്കാടാണ്. എനിക്കൊരു ബ്രൈഡൽ മേക്ക് ഓവറിന് വന്നതാണ്. പക്ഷേ ഒരു കുഞ്ഞു പ്രശ്നമുണ്ട്. ഇന്നത്തെ എൻ്റെ ബ്രൈഡിന് ഒരു 102 ഡിഗ്രി പനിയാണ്. അപ്പോൾ ഈ ഒരു പനി ആയതുകൊണ്ട് തന്നെ ഒരു 1 അവർ ലേറ്റ് ആയിട്ടാണ് മോള് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിന്ന് ബ്രൈഡിനെയും കാണാം. നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും വേണം. മോൾക്ക് പനിയെല്ലാം ആണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ ആ കുട്ടിയുടെ വെഡിങ് മേക്കപ്പ് ചെയ്യാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥന നിങ്ങളുടെ എല്ലാം വേണം. അപ്പം ബ്രൈഡിനെ ഒന്ന് കാണാം. എങ്ങനെയുണ്ട് പനി? കുറവുണ്ടോ? രാത്രി 1:30 പോയിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കല്യാണം കഴിഞ്ഞ ഉടനെ ENT-നെ കാണിക്കാൻ പറഞ്ഞു. പിന്നെ ഇന്നലെ കാണിച്ച ഡോക്ടർ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം ഡിലേ ചെയ്ത് ത്രോട്ടിന്റെ പ്രശ്നം. ആക്ച്വലി മമ്മിക്കും പനിയാണ്. ആക്ച്വലി ഇതെന്റെ ഡ്രീമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇങ്ങനെ എനിക്ക് ചേട്ടൻ്റെ മേക്കപ്പ് ആക്ച്വലി ഒരു ലോങ് ടേം ആയിട്ടുള്ള ഡ്രീമായിരുന്നു. ഞാൻ ചേട്ടൻ്റെ വീഡിയോസ് എല്ലാം കാണുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി 2021 ചേട്ടൻ്റെ അടുത്ത് എൻക്വയറി ചെയ്തിട്ടുണ്ട്. ചേട്ടന് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ എൻ്റെ കല്യാണം ഉടനെ നടക്കും. ആക്ച്വലി അന്ന് പ്രപ്പോസൽസ് നോക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. കറക്റ്റ് ആള് റൈറ്റ് ടൈം റൈറ്റ് പേഴ്സൺ വന്നപ്പോഴാണ്. അപ്പം ഞാൻ ചാറ്റ് തുടങ്ങിയത് അങ്ങനെയായിരുന്നു. ചേട്ടാ എൻ്റെ കല്യാണം ഇപ്പോഴാണ് നടക്കാൻ പോകുന്നത്. എൻ്റെ അന്ന് മുതലുള്ള വിഷയമായിരുന്നു. എനിക്ക് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ മേക്കപ്പ് ആയിരിക്കും. നിന്റെ ഡ്രീമിൽ ഇല്ലാത്തൊരു സാധനമാണ് ഈ 102 ഡിഗ്രി പനി. അതെ, അത് ശരിയാ. എന്നാലും നീ നിൽക്കുന്നല്ലോ ഇതുപോലെ. അതെ, എല്ലാ കണക്കും ബോധിപ്പിക്കും. ഇത്രയാണ് പൈസ പറയും. അങ്ങനെയായിരുന്നു. ഫുൾ ഓർഗനൈസിങ് ഫുള്ള് ഒരു ഡിസംബർ മുതൽ തുടങ്ങിയ പരിപാടിയാണ്. ഹെൽത്ത് നോക്കിയില്ല, അതാ പറ്റിപ്പോയത്. ലീവ് കിട്ടിയാൽ അപ്പോൾ ഈ ഡെക്കറേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഫോട്ടോഗ്രാഫി അങ്ങനെ നോക്കാൻ പോയി. എന്നെ മാത്രമാണ് ബുദ്ധിമുട്ടില്ല. സാലറി കിട്ടിയപ്പോൾ അന്ന് ആദ്യം ബുക്ക് ചെയ്ത് ചേട്ടനായിരുന്നു. ഫസ്റ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ചേട്ടനെ വെച്ചിട്ടായിരുന്നു. എല്ലാം മലബാർ. ജിനേഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ് എനിക്കെല്ലാം ഇത് ഫാനാണ്. ചേട്ടനെ കാണാൻ വേണ്ടി മാത്രം കല്യാണത്തിന് വരാമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് അന്വേഷണം പറയണമെന്നും പറഞ്ഞു ജിനേഷ് എന്ന് പറഞ്ഞ ചേട്ടൻ. ഈ വീഡിയോ കാണുമ്പോൾ ചേട്ടൻ കാണുമ്പോൾ അറിയും. എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കൺവേ ചെയ്തിട്ടുണ്ട്. ഇനി കല്യാണത്തിന് മലബാറിന് എല്ലാവരും വരും. പാലക്കാട് ഞാൻ ഒരുക്കിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ബോക്സ് ആണ്. ഇത് 2021 തന്നെ എടുത്ത ഈ ഒരു കട്ടപ്പൂത്താലി മാത്രം അമ്മൂമ്മയുടെ വകയാണ്. അത് ഭീമന്ന് ഉണ്ടാക്കി വെച്ചായിരുന്നു. ഈ ഒരു കട്ടപ്പൂത്താലി നമ്മുടെ സാരിയുടെ എക്സ്ട്രാ ആയിട്ട് ഒരു അരമീറ്റർ ഉണ്ട്. 1/2 മീറ്റർ വെച്ചതാണ് അല്ലേ? ഇതുപോലെ ഒരു എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കൂടി പ്ലേറ്റ് കിട്ടും. ഇതാരെങ്കിലും പറഞ്ഞത്? ചിലപ്പോ അറിയില്ല. സംയുക്ത ചേച്ചി വരാന്ന് പറഞ്ഞായിരുന്നു. നാട്ടിലുണ്ടെങ്കിൽ വരാന്ന് പറഞ്ഞു. അറിയില്ല, വരുമോ. ടിക്ടോക്കിൽ ഉണ്ടായിരുന്ന സമയത്ത് ചേച്ചിയുടെ വീഡിയോസ് ആയിരുന്നു മെയിൻ ചെയ്യാറുണ്ടായിരുന്നത്. ചേച്ചി അന്ന് വീഡിയോ കണ്ട് ഫോളോ ചെയ്തായിരുന്നു. കൂടുതൽ പ്രിപ്പയർ ചെയ്തിരിക്കുമ്പോഴാണ് കൂടുതൽ അബദ്ധങ്ങൾ പറ്റാതെ എനിക്ക് മനസ്സിലായി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ നെയിൽസൊക്കെ നേരത്തെ നന്നായി ചെയ്ത് എല്ലാം കഴിഞ്ഞ് കല്യാണത്തിന് 2 days മുന്നേ ഞാൻ ജനലൊന്ന് അടയ്ക്കാൻ നോക്കിയതാണ്. ബാക്കിൽ വീട്ടിൽ പന്തൽ കെട്ടിയതിൻ്റെ കയർ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനിത് വലിച്ചിട്ടും വരുന്നില്ല. അവസാനം ഇങ്ങനെ വലിച്ചപ്പോൾ ഈ നഖം വന്ന് ഇങ്ങനെയായി. ബ്ലഡ് വന്നു. പിന്നെ എന്തായിരുന്നൊന്നും അറിയില്ല. കല്യാണം കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. കല്യാണ സമയമാകുമ്പോൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറയാം. ഓരോന്ന് ഇങ്ങനെ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മിക്ക ബ്രൈഡ്സിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, തലേ ദിവസത്തെ പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പ്രീവിയസ് ഡേയ്സിനാക്കുക. തലേ ദിവസം പരിപാടി ഒന്നും ഇല്ലാതെ മാക്സിമം നിങ്ങൾ ഫ്രീ ആവാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് മാക്സിമം ആൾക്കാർ ഒരു ദിവസം റെസ്റ്റ് ഡേ ആയിട്ട് തന്നെ കൂട്ടണം. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതിലൊരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഞാൻ മറന്നു എടുക്കാൻ. കുഞ്ഞമ്മ വരുമ്പോൾ കൊണ്ടുവന്നാലും മതി. ORS പിന്നെ പ്രോട്ടീൻ ബാർ. അതിന് തൊണ്ടവേദനയുണ്ട് ചെറുതായിട്ട്. നല്ല ചൂടൊരു കോഫി കുടിക്കാം. താങ്ക് യു ചേട്ടാ. അടിപൊളി. അതെ, ഞാൻ ഷുഗർ കട്ട് നടക്കുന്നില്ല. ഷുഗർ ഇടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഞാൻ അമൃത യൂണിവേഴ്സിറ്റിയിലെ എട്ടിമടൈ ക്യാമ്പസ്, കോയമ്പത്തൂർ. ഞാൻ ഡെയിലി പോയി വരാണ്. എനിക്ക് എൻ്റെ വീട്ടിലൊരു ഡോഗ് ഉണ്ട്. അവന് പിരിഞ്ഞിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ എൻ്റെ കൂടെയാണ് കിടക്കുക. ഞാനിപ്പോൾ സ്ഥിരമായി കിടക്കുന്നത് എൻ്റെ റൂമിൽ. ഇൻ കേസ് എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ആ ബെഡിൽ കിടന്നാൽ അതാത് സ്ഥലത്ത് കിടക്കുന്നവർ മാറിക്കിടന്നില്ല. അവൻ കുറച്ച് അവരെ എണീപ്പിക്കും അവിടെ നിന്ന്. അങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്. എപ്പോഴും കിടക്കുന്ന പൊസിഷനിൽ എല്ലാവരും എപ്പോഴും കിടക്കണം. അവൻ പറയും, വുഡ് ബി പറയുമായിരുന്നു
ഇഷ്റ ഞാൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ. വീട്ടിൽ നിന്ന് മാറാൻ ഇഷ്ടമില്ലാത്തൊരു കുട്ടി കല്യാണം കഴിക്കുന്നത് എവിടെ എങ്ങോട്ടാണ്? തൊട്ട് ഒരു 100 മീറ്റർ അപ്പുറത്ത്. അത് എനിക്ക് കിട്ടിയൊരു ബ്ലെസ്സിങ് ആണ്. 100 മീറ്റർ തൊട്ടൊരു ചെറിയൊരു ടേണിങ്, ഓടിപ്പോയി വരാവുന്ന ദൂരേ ഉള്ളൂ. എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് തന്നെയാണ്. എനിക്ക് ആദ്യം പ്രപ്പോസൽസ് വരുന്നുണ്ടായിരുന്നു, എനിക്ക് വേറെ ഡിസ്ട്രിക്റ്റിനായിരുന്നു. എനിക്ക് ദൂരെ പോകാൻ വയ്യ, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഹോം അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് വന്നത് എന്തുകൊണ്ട് നല്ലൊരു പ്രപ്പോസലായിട്ട് തോന്നി. അപ്പം ഞാൻ വീട്ടിൽ ഡിസ്കസ് ചെയ്തു. അച്ഛനായിരുന്നു ഏറ്റവും കൂടുതൽ ഹാപ്പി. കാരണം എന്താ പറഞ്ഞാൽ അച്ഛനും ഞാനും അങ്ങനെയാണ് അറ്റാച്ച്ഡ്. ത്രോട്ട് പെയിനും ഉണ്ട്. ഷൂട്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കര ലൈറ്റായിട്ട് ഐയിൽ മേക്കപ്പ് വന്നു, ഓവറായില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഗ്ലിറ്റർ ഉണ്ടല്ലോ. ഞാൻ വികാസായിട്ട് ബുക്ക് ചെയ്ത് തരുമ്പോൾ എല്ലാവരും എക്സൈറ്റഡ്. എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ അന്ന് സലൂണിൽ വന്നപ്പോൾ ഞാൻ ലേറ്റായിട്ടാണ് വന്നത്. പക്ഷേ 11:50 നൈറ്റ് വരെ എനിക്ക് സർവീസ് വന്നു. ആക്ച്വലി ഇത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാനത് അച്ഛനോട് പറയായിരുന്നു. ബ്രൈഡ്സിന് വേണ്ടിയിട്ട് ആക്ച്വലി പാർലർ സലൂണാണെങ്കിലും ഇത്ര നേരം നമ്മൾ ബ്രൈഡ്സിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ എനിക്കത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ചേട്ടാ. കറക്റ്റ് 6 o'clock അല്ലെങ്കിൽ മാക്സിമം 9 സലൂൺസൊക്കെ. ഞാൻ അച്ഛനോട് തിരിച്ചു പോകുമ്പോൾ പറയായിരുന്നു, അച്ഛനും അത് പറയായിരുന്നു. ശരിയാണ്, ബ്രൈഡ്സിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കുറച്ച് സിമിലാരിറ്റി ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. ഇനി ഇപ്പോൾ ഉണ്ടോ എന്ന് അറിയില്ല. ചേച്ചി നല്ല സുന്ദരിയല്ലേ, പക്ഷെ ചിരിയാണ് എല്ലാവരും പറയാറുണ്ടായിരുന്നു. ഒരു സിമിലാരിറ്റി അടിയുണ്ട്. എൻ്റെ ഡ്രീം ഫുൾഫിൽ ആയതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. ശരിക്കും മേക്കപ്പ് ആര് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആൾ തന്നെയാണ് ഫുൾഫിൽ-ആയി. എന്തായാലും രാവിലെ ഇരുന്നിട്ടപ്പോൾ ഭയങ്കര വയ്യായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ ആക്റ്റീവായി. പുള്ളി ഫിറ്റ്നസ് ഫ്രീക്കൊക്കെ ആയിരുന്നു. മിസ്റ്റർ പാലക്കാടായിരുന്നു. മുത്തശ്ശൻ്റെ കാല് മുറിച്ചിരിക്കുകയായിരുന്നു. വരണമെന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. വീൽ ചെയറിലാണ്. അമ്മൂമ്മയുടെ കട്ടപ്പൂത്താലി മെയിനായിട്ട്. എനിക്ക് എന്തായി കട്ടപ്പൂത്താലി എന്ന് അറിയില്ലായിരുന്നു ആദ്യം. പിന്നെ അമ്മൂമ്മയാണ് ആക്ച്വലി അതിൻ്റെ താഴെ ഇങ്ങനെ ഇലക്കത്താലിയും അല്ലേ. ഞാൻ ഐ മേക്കപ്പ് ഇത്രയും സക്സസ്സായിട്ട് ചെയ്യുന്നു വിചാരിച്ചില്ല. അറിഞ്ഞുകൊണ്ട് ചെയ്തു. എക്സാക്ട്ലി. ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ മേക്കപ്പ് ലാഷസ് ഒക്കെ വെക്കുമ്പോൾ എൻ്റെ കണ്ണ് ഭയങ്കര ചെറുതാവാറുണ്ട്. പക്ഷെ എനിക്കിത് കണ്ണീരുള്ളതേ അറിയുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും അപ്പുറമായിരുന്നു മേക്കപ്പ്. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പ്രത്യേകിച്ച് എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. ഐ മേക്കപ്പാണ് എനിക്ക് ഏറ്റവും ഹൈലൈറ്റായി തോന്നിയത്. എൻ്റെ സട്ടിലാണ്, ലിപ് ഷെയ്ഡ് എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് മൊത്തത്തിൽ ഒരു ഗോഡസ് ലുക്ക് എനിക്ക് വികാസ് ചേട്ടൻ ക്രിയേറ്റ് ചെയ്ത് തന്നു. ഒരു മേക്ക് ഓവർ, കംപ്ലീറ്റ് മേക്ക് ഓവർ. താങ്ക് യു വികാസ് ചേട്ടൻ. താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മുടിയുടെ ബാക്കൊക്കെ ഒന്ന് കാണിച്ചേ. ഹാപ്പിയാണോ?